സൗമ്യ മിസ് ആണ്. അപ്പൊ നമ്മളെ ക്ലാസ് 5 മക്കളെ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളെ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കുകയാണല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇതാ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കേണ്ട തരത്തിലാണോ നിങ്ങൾ എക്സാം എഴുതിയേക്കുന്നത്? അപ്പൊ നമുക്ക് എക്സാം ഒന്ന് നോക്കാം അല്ലെ. നിങ്ങളിത് പാരന്റ്സിനൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഈ വീഡിയോ. അപ്പൊ നമ്മൾ എക്സാം നോക്കുവാണെങ്കിൽ ഓണം എക്സാം പോലെ തന്നെയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് വന്നത്. എന്നാലും എന്തായിരുന്നു, കുറെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. അതായത് നമ്മൾ ബൈഹാർട്ട് പഠിച്ചു പോയ ഒരു കുട്ടിക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് എ ഗ്രേഡ് വാങ്ങാൻ വേണ്ടി പറ്റില്ല അല്ലെ. അത്രക്കും എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതായത് നമ്മളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ ഒരു എക്സാം നമുക്ക് എ ഗ്രേഡ് വാങ്ങാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. എക്സാമ്പിളായിട്ട് നമ്മൾ ബേസിക് സയൻസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്രക്കും അല്ലെ. അത്രയൊക്കെ മിസ് ഓരോ ക്ലാസ്സിലും മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെയായിരിക്കും വരിക, ഇത് ഇങ്ങനെയായിരിക്കും വരിക, ഒരിക്കലും ടെക്സ്റ്റ് വെച്ചിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു നമുക്കൊരു പേപ്പറൊക്കെ കിട്ടും. അപ്പോൾ നല്ല മാർക്കൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതൊരു സെമി ഫൈനലായിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. അടുത്ത ഫൈനലായിട്ടൊരു എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം അല്ലേ. അപ്പോൾ ഈ പബ്ലിക് എക്സാം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ പേപ്പറൊന്നും കിട്ടൂലല്ലോ, അങ്ങനെയല്ല. ചിലപ്പം സർക്കാരിൻ്റെ എന്ത് മാറാം, അതെ സർക്കാരിൻ്റെ എല്ലാ കുറേ മാറ്റങ്ങൾ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് പേപ്പർ തരാം. ഓക്കെ, പേപ്പറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ഫൈനൽ എക്സാം നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് ക്ലാസ് 6ലേക്ക് പോകുന്ന മക്കളാണ്. ക്ലാസ് 6 ടെക്സ്റ്റ് മാറിയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ക്ലാസ് 6 നല്ല ടഫാണ്. അതായത് 5ാം ക്ലാസ്സിലെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ മാത്സിൻ്റെ ലെവൽ കൂടും. ബേസിക് സയൻസ് മുഴുവനും പഠിക്കൽ തന്നെ ആപ്ലിക്കബിൾ ആകും. കുറേ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാട്ടോ പഠിക്കുന്നത്. അപ്പം അവിടെയും അവിടെയും നല്ല മാറ്റങ്ങൾ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കണ്ട, നമ്മളെ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2026 നമുക്ക് പബ്ലിക് എക്സാം നടക്കാം. മാർച്ച് 2026 നമുക്ക് എന്ത് നടക്കടാ, പബ്ലിക് എക്സാം കേട്ടോ. പബ്ലിക് എക്സാം നടക്കുന്നത് മാർച്ച് 2026 മറന്നു പോയത്. ഈ മാർച്ചിലേക്ക് നമുക്കുള്ള ദൂരം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാത്രമാണ്. മാർച്ച് 1 ഒരു 5 to അങ്ങോട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവാം. ജനുവരി ഫെബ്രുവരി ആണ് നമുക്ക് എന്ത് ചെയ്യുക, 2 മാസമാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് അതിനെന്താ ഇപ്പൊ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പോർഷൻസ് അല്ലേ പഠിക്കേണ്ടു. അങ്ങനെയല്ല. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പോർഷൻസ് അല്ലെ, ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് മാത്രമാണോ ക്രിസ്മസ് എക്സാമിന് വന്നത്? അല്ല. ഓണം എക്സാമിന്റെ പോർഷൻസ് വന്നിട്ടില്ലേ? ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അല്ലേ. ഓർ ക്വസ്റ്റ്യനിൽ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത് അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഓണം എക്സാമും പഠിക്കേണ്ടി വരും, ക്രിസ്മസ് എക്സാമും പഠിക്കേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് ആനുവൽ എക്സാമും പഠിക്കേണ്ടി വരും. ആനുവൽ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ രണ്ടും എന്ത് ചെയ്യണം, അത് ഈക്വലി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. പഠിക്കണം, അപ്പോൾ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ മിസ്സിന്റെ മക്കൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നാളെ നമ്മൾ എജുപോർട്ടിന്റെ ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതാ. ഇവിടെ 5-6 കോംബോ ആണ്. അതായത് മക്കളെ, ഇപ്പം നിങ്ങൾ 5ാം ക്ലാസ്സിലാണ്, അടുത്ത ക്ലാസ് ഏതാ, 6ാം ക്ലാസ് അല്ലേ. അപ്പോൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ഒരു കോംബോ ആയിട്ടാണ് ഇവിടെ എജുപോർട്ട് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. അതായത് മക്കളെ 5ാം ക്ലാസ് പഠിക്കണം അല്ലേ, 6ാം ക്ലാസ് പഠിക്കണം, ഇത് രണ്ടും കൂടി ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. നോക്കിക്കോ, 3799 അല്ലെ, 3799 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബാച്ച് കൊടുക്കുന്നത്. ഇനി ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഡിസംബർ 27 27 സാറ്റർഡേ അല്ലേ, സാറ്റർഡേ ആണ് എന്ത് ചെയ്യുന്നത്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാളെ തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഈ നാളെ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ ഉണ്ടാകും. അതായത് എന്തിനാണ് നിങ്ങൾ ഈ ബാച്ചിൽ വരുന്നത്, ഈ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആപ്പ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കിട്ടാതെ ഒരു സാധനം പോലും നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? ഇവിടെ കിട്ടാതെ ഒന്നുപോലും എന്ത് ചെയ്യില്ല, നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ കാര്യം മുക്കും മൂലയും നമ്മൾ പഠിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഇതൊക്കെയാണ് നമ്മളെ ബാച്ചിൽ കിട്ടുന്നത്. അതായത് 8 സബ്ജക്റ്റ് ഉണ്ടാവും. ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, അറബി, ഉറുദു, ഹിന്ദി, സംസ്കൃതം, അങ്ങനെ പറഞ്ഞിട്ടുള്ള 8 സബ്ജക്റ്റ് ഉണ്ടാവും. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്. ഈ 8 സബ്ജക്റ്റിനും റെക്കോർഡഡ് ക്ലാസ് എവിടെ ഉണ്ടാകും, നമ്മളെ ആപ്പിൽ ഉണ്ടാകും. ഇനി റെക്കോർഡഡ് ക്ലാസ് എല്ലാം അവിടെ നിങ്ങൾക്ക് കാണാം, ചാപ്റ്റർ ബേസ് കാണാം.
ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഓണം എക്സാം തുടങ്ങിയിട്ടേ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും എടുത്ത് കാണാം. ഇനിയുള്ള ആനുവൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ നമ്മൾ തന്നെയായിരിക്കും സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളോട് പറയും ഇന്ന് ഈ 2 വീഡിയോ കാണൂ, ഇന്ന് ഈ 3 വീഡിയോ കാണൂ, ഇന്ന് ഈ 4 വീഡിയോ കാണൂ. അങ്ങനെ നമ്മളെ ടൈം ടേബിൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേർഡനും ഉണ്ടാവില്ല. അത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിനൊന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യും, അത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ടോപ്പ് മെന്റർ അസിസ്റ്റൻസ്. അതായത് മക്കളെ, നമുക്ക് ഓരോ കുട്ടികൾക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാവും. അതായത് മിസ്സിനെ പോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഓരോ മെന്റേഴ്സ്. നിങ്ങൾ ഇന്ന് എന്ത് ക്ലാസ്സാണ് കണ്ടത്, ഇന്ന് ലൈവിൽ അവൻ്റെ മിസ്സിൻ്റെ ലൈവിൽ നിങ്ങൾ വന്നായിരുന്നോ, അവൻ്റെ മിസ് എന്തൊക്കെ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്, എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്, എല്ലാം നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഉഴപ്പാൻ വേണ്ടി പറ്റില്ല, പേരൻസിന് ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയോ 2 സെറ്റ് എക്സാം ഫോർ ഓൾ ചാപ്റ്റേഴ്സ്. അതായത് മക്കളെ, നമ്മളെ ഷെഡ്യൂൾ ഇങ്ങനെ പോയി കഴിയുമ്പം നമ്മൾ ചാപ്റ്റർ മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2 സെറ്റ് എക്സാം ഉണ്ടാവും. ഒന്ന് MCQ ഒന്ന് ഡിസ്ക്രിപ്റ്റീവും. MCQ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും. ഇനി ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം അങ്ങനത്തെ എക്സാമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ദെൻ മോഡൽ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മളിപ്പോൾ ആനുവൽ എക്സാമിന് മുന്നേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ എജുപോർട്ടിലെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്രിസ്മസിന് മുന്നേ നമ്മളിവിടെ മോഡൽ എക്സാം നടത്തിയില്ലേ, നമ്മൾ ഓണം എക്സാമിന് മുന്നേ ഇവിടെ മോഡൽ എക്സാം നടത്തിയില്ലേ, അതുപോലെ തന്നെ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ സബ്ജക്റ്റ് വൈസ് ക്ലബ്സ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലബ് ഉണ്ടാവും. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ന്യൂ പാറ്റേൺ. അതായത് ന്യൂ പാറ്റേണിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഓരോ എന്തുണ്ടാകും, യെസ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ന്യൂ പാറ്റേൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലൈവ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ലൈവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ലൈവുകളല്ല പറയുന്നത്, നമുക്ക് സൂം ലൈവുകൾ തന്നെ ഉണ്ട്. മനസ്സിലായോ? സൂം ലൈവുകൾ നമുക്കുണ്ട്. അതായത് നിങ്ങളും മിസ്സും മാത്രം ഇങ്ങനെ സൂമിലിരിക്കും. നിങ്ങൾ കുറച്ച് കുട്ടികളും മിസ് ഇങ്ങനെ സൂമിലിരുന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. മിസ് ആ ചാപ്റ്റർ ഒന്നും കൂടി പഠിപ്പിച്ച് തരും. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഇപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നറിയാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈവ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ട്യൂഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5ാം ക്ലാസ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് അടുത്ത വർഷം 6ാം ക്ലാസ് പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓഫർ ഉണ്ട്. കണ്ടോ, ഇതാ 1249 രൂപയ്ക്ക് 5ാം ക്ലാസ് മാത്രം പർച്ചേസ് ചെയ്യാം. ഇപ്പം അങ്ങനെ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ 27 നാളെയാണ് കേട്ടോ, മറക്കരുത്. നാളെയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും ലേറ്റ് ആക്കരുത്. മനസ്സിലായോ? നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതായത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ബോക്സ് നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഒരു നീല ലിങ്ക് ബൂസ്റ്റർ ബാച്ച്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോമാണ്. നമ്മൾ ഗൂഗിളിൽ പോകും, ഒരു ഫോമാണ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് വരാം. നിങ്ങളെ പേര് കൊടുക്കാനുണ്ടാവും, ക്ലാസ് കൊടുക്കാനുണ്ടാവും, സ്റ്റേറ്റ് സിലബസ് ആണോ CBSE സിലബസ് ആണോ എന്ന് കൊടുക്കാനുണ്ടാവും. അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക, അവിടെ വെക്കുക. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ. ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പം മറക്കണ്ട, നിങ്ങൾക്ക് 5-6 കോംബോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് തന്നെ പർച്ചേസ് ചെയ്യാം. എന്നാൽ 6ാം ക്ലാസ്സും കൂടി കിട്ടിയല്ലോ. ഇനിയിപ്പോൾ 5 മാത്രം മതി എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 5 മാത്രം എടുക്കാം. അപ്പം മറക്കേണ്ട മക്കളെ, ആനുവൽ എക്സാം മുന്നിൽ നിൽക്കുകയാണ്. ഓണം എക്സാം പഠിക്കണം, ക്രിസ്മസ് എക്സാം പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയിപ്പം മിസ് ഒന്നും പറയുന്നില്ല, എന്ത് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ ആ ലിങ്ക് ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.